വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു. പ്രധാനമന്ത്രി കമ്മീഷനിംഗ് നടത്തി മടങ്ങിയിരിക്കുന്നു. വിഴിഞ്ഞത്തെത്തി തുറമുഖം നടന്നുകണ്ട് പോർട്ട് ഓപ്പറേഷൻ സെൻറ്റർ സന്ദർശിച്ച് എംബസിയുടെ കൂറ്റൻ കപ്പലായ സെലസ്റ്റിനോ മരസ്കായെ ബെർത്തിലെത്തി സ്വീകരിച്ച് ശേഷം വേദിയിലെത്തി കമ്മീഷനിംഗ് നടത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലുടനീളം വികസനം എന്ന വാക്ക് ആവർത്തിച്ച് പറയുകയായിരുന്നു. നടപ്പിലാക്കിയവർക്കല്ലേ ആ വാക്ക് അധിക നേരം ഉച്ചരിക്കാൻ കഴിയൂ എന്നോർക്കണം. വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ സമ്പൂർണ്ണതയിലേക്ക്. പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായ തുറമുഖം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മന്ത്രിമാർ, MP, MLA, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി, കരൺ അദാനി, രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെ നിരവധി പ്രമുഖർ അണിനിരന്ന വേദിയിലായിരുന്നു കമ്മീഷനിംഗ് നടന്നത്. സെലസ്റ്റിനോ മരേസ്കോ പിന്നിൽ നമുക്ക് കാണാം. ആഗോളതലത്തിൽ കടൽ വഴി ഏറ്റവും കൂടുതൽ ചരക്കു നീക്കം സാധ്യമാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അന്തർദേശീയ കപ്പൽ പാതയുടെ രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് നമ്മുടെ വിഴിഞ്ഞം എന്നോർക്കണം. വലിയ ചരിത്രം പേറുന്നുണ്ട് വിഴിഞ്ഞം എന്നും നമ്മൾ ഓർക്കണം. പ്രകൃതിദത്തമായ സ്വാഭാവികമായ എല്ലാ ക്രമീകരണങ്ങളും വിഴിഞ്ഞത്തിനല്ലാതെ തന്നെയുണ്ട്. അവിടേക്ക് വർഷങ്ങളുടെ ചരിത്രം ഒരു തുറമുഖം എന്ന ചിന്തയ്ക്കുണ്ടെങ്കിൽ പോലും ഇച്ഛാശക്തി എന്നൊന്നുള്ള ഭരണാധികാരി ഉള്ളപ്പോൾ അത് നടപ്പിലാകുന്നു എന്ന് വേണം പറയാൻ. രാജകാലത്തു തന്നെ പായ്ക്കപ്പലുകൾ വന്നുപോയിരുന്ന, യുദ്ധത്തിന് ആയുധങ്ങൾ എത്തിച്ചിരുന്ന ഒരു പാതയായിരുന്നു വിഴിഞ്ഞം, അതിൻ്റെ കേന്ദ്രമായിരുന്നു എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതി, ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സാധ്യമാകുന്നതും ആയതുമായ പദ്ധതി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ തിരുവനന്തപുരം, നമ്മുടെ കേരളം വികസനത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് കുതിച്ചു തുടങ്ങുന്നതിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഹൈഡ്രോഗ്രാഫർ സതീഷ് ഗോപി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ സതീഷ് ഗോപി, ആ നിമിഷം കമ്മീഷനിംഗ് നടക്കുന്നു. നമ്മുടെ നാടൊന്നാകെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ പേര് ആരൊക്കെ പറഞ്ഞോ അപ്പോഴെല്ലാം സദസ്സിൽ നിന്നുയർന്നു കേട്ടത് കയ്യടിയും ആർപ്പുവിളിയുമായിരുന്നു. ഈ നിമിഷം നമുക്കെപ്പോഴെങ്കിലും മറക്കാനാകും? ശരിയാണ്. ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു സുവർണ ദിനമാണിന്ന്. ഇന്ന് വാണിജ്യ രംഗത്ത് ചരക്ക് നീക്കത്തിൽ ഒരു വലിയ നാഴികക്കല്ലായി മാറുന്ന വിഴിഞ്ഞം പോർട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അല്പം മുൻപ് കമ്മീഷൻ ചെയ്തത്. ഇത് കമ്മീഷൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും ഉണ്ടാകുന്ന ആയിരക്കണക്കിന് രൂപയുടെ ഏകദേശം 2500 കോടി രൂപയുടെ നഷ്ടം ഈ വർഷവും സംഭവിക്കുമായിരുന്നു. അപ്പോൾ അത് സംഭവിക്കാതെ ഈ വർഷം മുതൽ ആ തുക നമ്മുടെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും. മാത്രമല്ല, ഇത് നമ്മുടെ തുക ലാഭിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ഈ തുറമുഖം വന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, അതായത് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ്, നമ്മുടെ നാട്ടിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ്, ആ തുറമുഖത്തിലൂടെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വരുന്ന നികുതി വരുമാനം കോടിക്കണക്കിന് രൂപയുടെ, ആയിരക്കണക്കിന് കോടി രൂപയുടെയാണ്. ഇത് ഫുൾ ഫങ്ഷൻ ആകുമ്പോൾ, ഇത് മുഴുവൻ പ്രവർത്തന സജ്ജമാകുമ്പോൾ, 2028 സജ്ജമാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, അതിലൂടെ നമ്മുടെ ഓരോ ഈ തിരുവനന്തപുരത്തിനും കേരള സംസ്ഥാനത്തിനും നമ്മളെ ദക്ഷിണേന്ത്യയിലും ഒക്കെ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഇതെല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം
സുവർണ ലിപികളാൽ തന്നെ മാർക്ക് ചെയ്യപ്പെടണം. മറ്റൊരു കാര്യം, വിഴിഞ്ഞത്തിന് ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. അതായത് 10 നോട്ടിക്കൽ മൈൽ അകലം. ശരി തന്നെയാണ്, 10 നോട്ടിക്കൽ മൈൽ അകലം. ഇവിടെ തിരുവനന്തപുരത്തിലേക്ക് വരുന്ന ചരക്ക് ബോംബെയിലേക്ക് പോകുന്നു, മുംബൈയിലേക്ക് പോകുന്നു എന്ന് കരുതുക. യാത്ര ചെയ്യേണ്ട സമയം, ആ കപ്പൽ യാത്ര ചെയ്യേണ്ട സമയം ഏകദേശം 30-33 മണിക്കൂറാണ്. ഇത് മുന്ദ്ര പോർട്ടിലേക്ക് പോകണം, ഗുജറാത്തിലുള്ള. അതിൽ വരുന്ന അധിക സമയം, അതായത് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഇത് ഗുജറാത്തിലെത്താൻ വേണ്ട സമയം 55 മണിക്കൂറാണ്. ഇവിടെ നിന്ന് മദുരാശി പോർട്ടിലോട്ട്, ഇന്നത്തെ ചെന്നൈ പോർട്ടിലോട്ട് തിരിയണം, ചെന്നൈ പോർട്ടിൽ ഇറക്കണം, ഈ പിന്നീട് കണ്ടെയ്നർ ഇറക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് ടേൺ ചെയ്യുകയാണെങ്കിൽ 25 മണിക്കൂറോളം എക്സ്ട്രാ ട്രാവൽ ചെയ്യണം. ഇവിടെയോ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് ഒന്ന് ടേൺ ചെയ്താൽ വിഴിഞ്ഞം തുറമുഖമായി. ഇന്ന് ചരക്കുകൾ കയറ്റി അയക്കുന്ന വ്യവസായികൾ നോക്കുന്നത് എൻ്റെ ചരക്ക് എത്ര ദിവസം മുൻപ്, എത്ര പെട്ടെന്ന് വിദേശത്തുള്ള ഇന്ന ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുമെന്നുള്ളതാണ്. ഇപ്പോൾ വിഴിഞ്ഞം വന്നു. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് ചരക്ക് അയക്കുന്നു. ചരക്ക് കയറ്റി അയച്ചാൽ 5 ദിവസത്തോളം ലാഭം വരും. അതേപോലെ അമേരിക്കയിലോട്ട് അയച്ചാൽ ഇതേപോലെ ഈ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞ് 7-8 ദിവസത്തോളം ലാഭം വരും. അപ്പോൾ ഈ അറ്റ് ദി ഏർലിയസ്റ്റ്, കാരണം മുൻപ് നമ്മുടെ പിന്നീട് തുറമുഖങ്ങളിൽ നിന്ന് ചെറു കപ്പലുകൾ എടുത്തുകൊണ്ട് പോയി അത് അടുത്തുള്ള വിദേശ രാജ്യങ്ങളുടെ മദർ പോർട്ടിൽ കൊണ്ടുവച്ച് അവിടെ നിന്ന് മദർഷിപ്പ് വന്ന് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വരുന്ന ടൈം ഡിഫറൻസാണ്. അത് ഈ വരുന്ന മദർഷിപ്പിൻ്റെയൊക്കെ സമയവും ദിവസവും എല്ലാം ആശ്രയിച്ചിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ 5 ദിവസം എന്ന് പറഞ്ഞാൽ മിനിമമാണ്. മാക്സിമം ഇത് ആഴ്ചകളോളം ഡിലേ വരാം. ഇന്ന് വിഴിഞ്ഞത്തിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ തുറമുഖത്തിൻ്റെ വെളിയിൽ ഷിപ്പുകൾ കാത്തു നിൽക്കുകയാണ് ഇതിനുള്ളിലോട്ട് കയറാൻ. 250 ഷിപ്പുകളോളം ഈ അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ പോകുന്ന ഷിപ്പുകൾ ഇവിടെ വിഴിഞ്ഞത്തിലോട്ട് കയറുകയാണെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ ചരക്കുകളും ഇവിടെ കൊണ്ടുവന്ന് കണ്ടെയ്നർ കാർഗോ കൊണ്ടുവന്ന് കയറ്റാനും ഇറക്കാനുമുള്ള സൗകര്യം ഏതെങ്കിലും ഒരു കാലത്ത് ഇനി വരുന്ന ഫ്യൂച്ചറിൽ വിഴിഞ്ഞം കൈവരിച്ചു കഴിഞ്ഞാൽ, വിഴിഞ്ഞം എന്ന് പറയുന്നത് സ്വർണ്ണലിപികളല്ല, വജ്രലിപികളാൽ എഴുതപ്പെടും നമ്മുടെ ചരിത്രത്തിൽ. അങ്ങനെ വരട്ടെ എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. കാരണം എന്താണ്? ഇത് 10 നോട്ടിക്കൽ മൈൽ അകലെയാണ്. ജസ്റ്റ് ഒരു കപ്പലോടിക്കുന്ന ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ടേൺ അറൗണ്ട് ടൈം വളരെ പ്രാധാന്യമുള്ളതാണ്. കപ്പലോടിക്കുന്ന ക്യാപ്റ്റൻസിന് ഏറ്റവും ഇഷ്ടം ഏതെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് ഒന്ന് തിരിഞ്ഞാൽ തുറമുഖമായി, അവിടെ നിന്ന് ചരക്ക് കയറ്റി ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര കപ്പൽ ചാലായി. അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ മാത്രമേ കപ്പലുകൾ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരു ഇൻ്റർനാഷണൽ നിയമം. കാരണം അല്ലാതെ പോയി കഴിഞ്ഞാൽ ആ കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഇൻഷുറൻസും ബാക്കിയുള്ള കാര്യങ്ങളും ലഭിക്കാൻ വളരെ പ്രയാസമാണ്. അതുപോലെ അന്താരാഷ്ട്ര കപ്പൽ ചാലിൻ്റെ ആ ഭാഗങ്ങളിൽ മാത്രമേ സാറ്റലൈറ്റിലൂടെയുള്ള കണ്ടിന്യൂസ് മോണിറ്ററിങ് നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കപ്പൽ ചാലിൽ നിന്ന് വിട്ട് മാറിപ്പോകാൻ ഒരു ക്യാപ്റ്റനും ഇഷ്ടപ്പെടില്ല, അവരങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ തെക്കൻ മുനമ്പിൽ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിനുണ്ട്. അത് മാത്രമല്ല, നാച്ചുറൽ ഡെപ്ത് എന്ന് പറയുന്നത് 23 മീറ്ററോളം ഉണ്ട്. ഇപ്പോൾ അവിടെ കിടക്കുന്ന പ്രധാനമന്ത്രി ഉദ്ഘാടനം കമ്മീഷൻ ചെയ്ത സമയത്ത് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന, അവിടെ വാർഫിൽ അടുപ്പിച്ചിരിക്കുന്ന ആ ചരക്ക് കപ്പലിൽ 24,000 കണ്ടെയ്നർ, 24,000-ലധികം കണ്ടെയ്നർ കയറ്റുന്ന ഒരു കപ്പലാണ്. മുൻപ് ഈ വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലിരുന്നപ്പോൾ പലരും പറയുന്നത് പിന്നീട് ദൃശ്യ മാധ്യമങ്ങളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും നടക്കില്ല. 24,000 കണ്ടെയ്നർ കയറ്റിയ ഷിപ്പൊന്നും ഇവിടെ വരില്ല, അതിനൊന്നും ഇവിടെ നിർത്താൻ ഒക്കില്ല. പക്ഷേ
ഇപ്പം ഇന്ന് കമ്മീഷൻ ചെയ്ത സമയത്ത് അവിടെ നിൽക്കുന്നത് 24,000-ത്തിലധികം കണ്ടെയ്നർ കയറ്റാവുന്ന ഒരു ചരക്ക് കപ്പലാണ്, ഒരു മദർഷിപ്പാണ് അവിടെ കിടക്കുന്നത്. ഇത് അന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞവർക്ക് കൊടുത്ത ചുട്ട മറുപടിയാണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. അത് ഞാൻ ആ ഷിപ്പിനെ കണ്ടപ്പോൾ, ഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ കിട്ടിയത് ഈ 24,000 സംതിങ്, ഇനിയും കൂടുതലുണ്ട്, 24,000-ത്തിൽ ചിൽവാനം കണ്ടെയ്നർ കയറ്റുവാനുള്ള ഒരു വലിയൊരു മദർഷിപ്പാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ കിട്ടുന്ന ഈ പിന്നീട് പോർട്ട് വന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ലഭിക്കുന്ന, നമ്മുടെ യുവാക്കൾക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ഉദ്യോഗാർത്ഥികൾക്ക് മാരിടൈം യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിനെക്കുറിച്ചും പറഞ്ഞു. മാരിടൈം യൂണിവേഴ്സിറ്റി തുടങ്ങണം, ഇവിടെയുള്ള ചെറുപ്പക്കാരെ മുഴുവൻ സജ്ജരാക്കി നിർത്തണം, അവർക്ക് വേണ്ടുന്ന നൈപുണ്യം നമ്മൾ പകർന്നു കൊടുക്കണം. അങ്ങനെ പകർന്നു കൊടുത്താൽ വിഴിഞ്ഞം മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ വൻകിട തുറമുഖങ്ങളിലും ഇന്ന് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് നമ്മളിവിടെ കറക്റ്റായിട്ട് ഇവരെ നൈപുണ്യ വികസനം നടത്തി സാങ്കേതിക മേഖലയിൽ, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് സാങ്കേതിക വിദ്യയിൽ ഇവരെ മിടുക്കരാക്കി വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഈ യുവജനങ്ങൾക്ക് ലോകത്തിലെ എല്ലാ പോർട്ടുകളിലും അവസരം ലഭിക്കും.